ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്ദിർ നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ് ഇന്ന് ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 13-ാമത്തെ അധ്യായം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 12-ാം അധ്യായം പൂർത്തിയാക്കി. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് നമ്മളുടെ ആചാര്യൻ ബ്രഹ്മശ്രീ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. ക്ലാസ് നയിക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. പഹനവതൂ പഹനൗ ഭുനക്സു പഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയ ജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേദുഷ്ടം സർവഭൂതഹൃദയം മുനിവാഹ. സമാദരനിരായ ഇടപ്രതികൾക്കും വിനീതമായ പ്രണാമം. ചതുർത്ഥസ്കന്ധം 13-ാം അധ്യായം ആരംഭിക്കുന്നു. കഴിഞ്ഞ ദിവസം 12 വരെ തീർത്താണ്. ഭൂത ഉവാചാം നിശമ്യ കൗഷാരവിണോപവർണിതം ധ്രുവഫ്യ വൈകുണ്ഠപഥാപദാധിരോഹണം പ്രരൂഢഭാവോ ഭഗവത്യക്ഷജേ പൃഷ്ടും പുനസ്തം വിദുരപ്രചക്രമേ. നിശമ്യ കേട്ടിട്ട് കൗഷാരവിണ ഉപവർണിതം കൗഷാരവിണോപവർണിതം. കൗഷാരവി എന്ന് മൈത്രേയന്റെ പേരുണ്ട്. കുഷരവൻ എന്ന ഒരു ഋഷിയുടെ കുലത്തിൽ പിറന്നവനായതുകൊണ്ട് കൗഷാരവൻ എന്നൊരു പേര് കിട്ടിയതാണ്. അതിന്റെ തൃതീയ വന്നപ്പോഴാണ് കൗഷാരവിണ മൈത്രേയനാൽ ഉപവർണിതം വർണ്ണിക്കപ്പെട്ട ധ്രുവഫ്യ വൈകുണ്ഠപദാധിരോഹണം. ധ്രുവന്റെ വൈകുണ്ഠപദത്തിലേക്കുള്ള അധിരോഹണം എന്താണ്? കയറൽ. വൈകുണ്ഠപദത്തിലേക്കുള്ള അധിരോഹണം, കയറ്റം, അതിൻ്റെ ഉന്നതിയിലേക്കുള്ള സ്ഥാനലബ്ധിയെക്കുറിച്ച്. പ്രരൂഢഭാവ ഉറച്ചിരിക്കുന്ന ഭാവത്തോടു കൂടിയ ഭഗവതി അധോക്ഷജേ അധോക്ഷജനായ ഭഗവാനിൽ, ഇന്ദ്രിയ വിഷയങ്ങൾക്ക് അതീതനായ ഭഗവാനിൽ പ്രരൂഢഭാവം. എന്തിനാണ് ഇങ്ങനെ കഥകൾ പറഞ്ഞത് എന്നാണെങ്കിൽ, വിതുരരുടെ മനസ്സില് ഭഗവാനോടുള്ള ഭക്തി ഒന്നുകൂടെ രൂഢമായി ഉറച്ചു. ഈ ധ്രുവന്റെ കഥ കേട്ടാൽ ആരുടെയും മനസ്സിൽ അല്പാൽപമായി കെട്ട് മങ്ങിക്കിടന്നിരുന്ന ഭക്തി ഒന്ന് ഉജ്ജ്വലിച്ചു വളർന്ന് അത് ഉറപ്പിച്ചു നിർത്താൻ കാരണമായി തീരും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ കഥകൾ മൈത്രേയൻ വിതുരരോട് പറഞ്ഞത് എന്നർത്ഥം. കൗഷാരവിനാൽ വർണ്ണിക്കപ്പെട്ട ധ്രുവന്റെ വൈകുണ്ഠപദാധിരോഹണം എന്ന കഥ കേട്ടിട്ട് അധോക്ഷജനായ ഭഗവാനിൽ ഭക്തി ഉറച്ചവനായ ആ വിതുരർ പ്രഷ്ടും ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് പുനഃത്തം വീണ്ടും അവനോട് ചോദിക്കാൻ വേണ്ടി വിതുരഹ പ്രചക്രമേ വിതുരൻ ആരംഭിച്ചു. പ്രചക്രമേ ആരംഭിച്ചു. വിതുരഹ പ്രചക്രമേ വിതുരൻ ആരംഭിച്ചു. അങ്ങനെ ഭഗവാനിൽ മനസ്സുറച്ചിരിക്കുന്ന വിതുരർ വീണ്ടും ചോദ്യം ചോദിക്കാൻ ആരംഭിച്ചു. ഈ 14-ാം അധ്യായത്തിന്റെ ഒരു വലിയ വൈശിഷ്ട്യം ധർമ്മം, അർത്ഥം, കാമം എന്നുള്ള 3 വിഷയം ഇതിനകത്ത് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. 3 വിഷയങ്ങൾക്ക് അനുഗുണമായ 3 കഥകളും ഇതിനകത്ത് നമ്മൾ കേട്ട് കഴിഞ്ഞു. ആദ്യം ദക്ഷയാഗം എന്ന കഥയാണ് കേട്ടത്. ഏതാണ്ട് ആദ്യത്തെ 7 അധ്യായത്തിലായിട്ട് ആ കഥ ചുരുക്കി പറഞ്ഞു.
ആ ദക്ഷകഥ കൊണ്ട് ധർമ്മത്തെ എങ്ങനെ നിലനിർത്തണം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് 7 അധ്യായത്തിൽ ദക്ഷന്റെ കഥ അവിടെ ചുരുക്കി പറഞ്ഞത്. പിന്നീട് 8 മുതൽ 12 അധ്യായങ്ങളായിട്ട് ധ്രുവന്റെ കഥ പറഞ്ഞു. അത് അർത്ഥത്തെ കാണിക്കാനാണ്. അർത്ഥം എന്ന് വെച്ചാൽ അർത്ഥ്യത ഇതി അർത്ഥം എന്നാണ്. നമ്മൾ അർത്ഥിക്കേണ്ടത്, അപേക്ഷിക്കേണ്ടത്, യാചിക്കേണ്ടത്, ചോദിക്കേണ്ടത്, അതാണ് അർത്ഥം. അത് ഭക്തിയാണ്. അതിനെ കാണിക്കാൻ ധ്രുവന്റെ കഥ പറഞ്ഞു. ഇനിയുമുള്ള ഒരു 13 മുതൽ 24 വരെയുള്ള 11 അധ്യായങ്ങളായിട്ട് പൃഥുവിന്റെ കഥ പറയാം. അത് കാമം എന്ന ആഗ്രഹത്തെ ബാധിക്കലാണ്. ക്ഷയിച്ചു കിടന്നിരിക്കുന്ന ഭൂമിയെ സമർത്ഥമാക്കി തീർക്കണമെന്നുള്ള കാമത്തിന്റെ പൂരണമാണ്. കാമത്തിന് സ്ത്രീ വിഷയമ കാമം എന്ന് മാത്രമല്ല, ഏതാഗ്രഹത്തെയും കാമം എന്ന് വിളിക്കാം. ആ പൃഥുവിന്റെ കാമം സാധിച്ചത് എങ്ങനെയാണ് എന്ന് 11 അധ്യായങ്ങൾ കൊണ്ടാണ് കാമനിരൂപണം പൂർണ്ണമാകുന്നത്. ആ കാമനിരൂപണത്തെ തുടങ്ങാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഒരു ഉപോദ്ഘാതമായിട്ടാണ്, മുഖവുരയായിട്ടാണ് വിതുരന്റെ ചോദ്യം ഇപ്പോൾ വരുന്നത്. അത് കഴിഞ്ഞാൽ 4-5 അധ്യായങ്ങളായിട്ട് പ്രചേതസ്സുകളിലെ യജ്ഞത്തിൽ നാരദൻ പോയ കഥയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അവിടെ പുരഞ്ജനന്റെ കഥ പറഞ്ഞു ഈ ഗ്രന്ഥം ചെയ്യുകയാണ്. അപ്പോൾ 3 വിഷയങ്ങളാണ്: ധർമ്മം, അർത്ഥം, കാം. എന്ത് അടുക്കിനാണ് ഭാഗവതം ഈ വിഷയങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് എന്ന് ഓരോ കഥയുടെയും ഔചിത്യം വെക്കുമ്പോൾ മനസ്സിലാക്കും. 3 പ്രധാന കഥയാണ് ഈ 14ാം സ്കന്ധത്തിൽ പറയുന്നത്. ഒന്ന് ദക്ഷന്റെ കഥ, പിന്നൊന്ന് ധ്രുവന്റെ കഥ, പിന്നൊന്ന് പൃഥുവിന്റെ കഥ, പിന്നെ പുരഞ്ജനന്റെ കഥ ഉപസംഹാരമായിട്ട് പറഞ്ഞു തീർക്കുക. അപ്പൊ വിതുരയുടെ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് വിതുരഹ പുനഃത്തം പൃഷ്ടും പ്രചക്രമേ. വിതുരൻ വീണ്ടും അവനോട് വീണ്ടും ചോദിക്കാൻ ആരംഭിച്ചു എന്നുള്ളത് കൊണ്ട് ഇതിനു മുമ്പ് പലതും ചോദിച്ചു കഴിഞ്ഞു. ചോദിച്ചത് ധർമാർത്ഥങ്ങളെ കുറിച്ചാണ്. ഇനിയും കാമത്തെക്കുറിച്ച് ചോദിക്കാൻ ആരംഭിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പൃഷ്ടും പ്രചക്രമേ എന്ന് പറയാൻ കാരണം. നിശമ്യ കൗഷാരവിണോപവർണിതം ധ്രുവവ്യവൈകുണ്ഠപദാധിരോഹണം പ്രരൂഢഭാവോ ഭഗവത്യഥോക്ഷജേ വൃഷ്ണും പുനഃസ്തം വിദുര പ്രചക്രമേ. കൗഷാരവിണ ഉപവർണിതം ധ്രുവവ്യ വൈകുണ്ഠപദാധിരോഹണം നിശമ്യ അഥോക്ഷജേ ഭഗവതി പ്രരൂഢഭാവ വിദുരഃ തം പുനഃ പ്രഷ്ടും പ്രചക്രമേ. നിശമ്യ കൗഷാരവിണോപവർണിതം ധ്രുവവ്യ വൈകുണ്ഠപദാധിരോഹണം പ്രരൂഢഭാവോ ഭഗവത്യഥോക്ഷജേ വൃഷ്ണും പുനഃസ്തം വിദുര പ്രചക്രമേ. നിശമ്യ കൗഷാരവിണോപവർണിതം ധ്രുവവ്യ വൈകുണ്ഠപദാധിരോഹണം പ്രരൂഢഭാവോ ഭഗവത്യഥോക്ഷജേ വൃഷ്ണും പുനഃസ്തം വിദുര പ്രചക്രമേ. കേതേ പ്രചേതസോ നാമ കഫ്യാപത്യാനി ഭൂവ്രതാം കഫ്യ അന്വവായേ പ്രഖ്യാത പുത്രവാ പത്രമാഫതേ. കേതേ പ്രചേതസോ നാമ. ഈ പ്രചേതസ് എന്ന് പേരുള്ളവർ ആരാണ്? കേതേ അവരാരാണ്? കഫ്യ അപത്യാനി ആരുടെ സന്താനങ്ങളാണ്? ഹേ ഭൂവ്രത നല്ല വ്രതമനുഷ്ഠിച്ചിരിക്കുന്ന ഹേ കൗഷാരവി. ആരുടെ അപത്യങ്ങളാണ് ഈ പ്രചേതസ്സുകൾ എന്നുള്ളത്? കഫ്യ അന്വവായേ പ്രഖ്യാത. ഏത് കുലത്തിലാണ്, ഏത് വംശത്തിലാണ് പ്രസിദ്ധനായത്? കുത്രവാ പത്രമാഫതേ. എവിടെ വെച്ചായിരുന്നു പത്രം ഉണ്ടായിരുന്നത്? മുമ്പരത്തെ അധ്യായം സമാപിച്ചത്
നാരദ മഹർഷി പ്രചേതസ്സുകളുടെ പത്രത്തിൽ വെച്ച് ധ്രുവ മഹാത്മ്യം വീണ വായിച്ചു പാടി എന്ന് പറഞ്ഞാണ് ഉപസംഹരിച്ചത്. അപ്പോഴാണ് മൈത്രേയനോട് വിതുരർ വീണ്ടും ചോദിച്ചു, ഈ പ്രചേതസ്സുകൾ ആരാണ്? അവർ ഫത്വം നടത്താൻ കാരണം എന്താണ്? അവരുടെ ഫത്വത്തിൽ നാരദൻ പോയി കഥ പറഞ്ഞ എങ്ങനെയാണ്? ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ അതിനെ സംബന്ധിക്കുന്ന കുറേ ചോദ്യങ്ങൾ. ഈ പ്രചേതസ്സുകൾ ആരുടെ പുത്രന്മാരാണ്? അവരുടെ കുലമാഹാത്മ്യം എന്താണ്? അവരെവിടെയാണ് ഫത്വം നടത്തിയത്? എന്നിങ്ങനെ കുറേ ചോദ്യങ്ങൾ. ഹേ തേ പ്രചേതസോ നാമ കഫ്യാപത്യാനി സുവ്രതാം കഫ്യ അന്വവായേ പ്രഖ്യാത കുത്ര വാ ഫത്രമാഫതേ. ഹേ സുവ്രത, തേ പ്രചേതസഃ നാമ കേ കഫ്യാപത്യാനി കഫ്യ അന്വവായേ പ്രഖ്യാതാഃ പത്രം കുത്ര വാ ആഫതേ. ഹേ തേ പ്രചേതസോ നാമ കഫ്യാപത്യാനി സുവ്രതാം കഫ്യ അന്വവായേ പ്രഖ്യാത കുത്ര വാ ഫത്രമാഫതാം. കേ തേ പ്രചേതസോ നാമ കഫ്യാപത്യാനി സുവ്രതാം കഫ്യ അന്വവായേ പ്രഖ്യാത കുത്ര വാ ഫത്രമാഫതേ. മന്യേ മഹാഭാഗവതം നാരദം ദേവദർശനം ഏന പ്രോക്തക്രിയായോഗ പരിചര്യാ വിഹർഹരേ. മന്യേ വിചാരിക്കുന്നു, മഹാഭാഗവതം നാരദം, മഹാഭാഗവതനായ നാരദന്റെ ദേവദർശനം, ദേവന്റെ ദർശനത്തോടു കൂടിയ മഹാഭാഗവതൻ ആയ ആ ഭഗവത് ഭക്തനായിട്ട് മന്യേ വിചാരിക്കുന്നു. ഏന പ്രോക്ത, യാതൊരുവനാൽ ക്രിയായോഗ പ്രോക്ത, കർമ്മമാർഗം പറയപ്പെട്ടിരിക്കുന്നു. പരിചര്യാവിധർ ഹരേഹ്, ഹരിയെ പരിചരിക്കേണ്ട പൂജാവിധികളാകുന്ന ഈ ക്രിയായോഗം, കർമ്മയോഗം യാതൊരുവനാലാണ് പറയപ്പെട്ടിരിക്കുന്നത്. ചോദ്യത്തിന് പ്രസക്തി അവിടെയാണ്. പ്രചേതസ്സുകളുടെ കഥ കേൾക്കണമെന്ന് ആഗ്രഹിച്ചതും അവിടെ വെച്ച ഭഗവാന്റെ മഹാത്മ്യം വർണ്ണിച്ചതും ഈ കഥാപ്രസ്താവത്തിൽ ഉണ്ടാവും എന്ന അഭിപ്രായത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് വിതുരർ ഈ പ്രചേതസ്സുകൾ ആരാണെന്ന ചോദ്യം ഉന്നയിക്കുന്നത്. പ്രചേതസ്സുകളുടെ പത്രത്തിൽ അങ്ങ് എഴുന്നള്ളി നാരദൻ എത്തി എന്ന് പറഞ്ഞിരുന്നുവല്ലോ. സാക്ഷാൽ ഭഗവാനെ കണ്ട് നാരദ മഹർഷി ഭഗവത് ഭക്തനാണ് എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ ഭഗവാനെ പൂജിക്കാനുള്ള വിധികൾ, അതിലെ പ്രധാനപ്പെട്ട ഒരു വിധി പഞ്ചരാത്രം എന്നൊരു താന്ത്രിക ഗ്രന്ഥമുണ്ട്. അതിൽ നാരദരുടെ ഭക്തിയെ പ്രകാശിപ്പിക്കുന്നത് അതിലാണ്. അതുകൊണ്ട് ആ കർമ്മമാർഗത്തിലെ പൂജാവിധാനത്തിൽ നാരദ മഹർഷി കണ്ടെത്തിയ ആ പഞ്ചരാത്രം എന്ന ഗ്രന്ഥത്തിന് വിഷയം ഉൾക്കൊള്ളിക്കുമാറ് ഭഗവാന്റെ ഭക്തി മാഹാത്മ്യങ്ങൾ ഈ പ്രചേതസിന്റെ പത്രത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്നോട് പറയണേ എന്ന്. അത്ര വിദഗ്ധമായിട്ടാണ് ചോദ്യം ചോദിക്കാറ്. ഞാനിപ്പോൾ കർമ്മമാർഗത്തിൽ സഞ്ചരിച്ചു പോകുന്ന ആളാണ് വിതുരർ. ആ കർമ്മമാർഗത്തിൽ വേണ്ടത് ഭഗവത് പരിചര്യ, ഭഗവത് പൂജയാണ്. അതിന് വേണ്ട ക്രിയകൾ എന്തൊക്കെയാണ് എന്ന് എനിക്ക് ഉപദേശിച്ചു തരാൻ അങ്ങേക്ക് പറ്റും. കാരണം അങ്ങ് ആ പഞ്ചരാത്രം എന്ന ഗ്രന്ഥം എഴുതി ഭഗവത് പൂജാവിധി നിശ്ചയിച്ച ആളാണ്. ഇത് അങ്ങേക്ക് പറ്റും. അതുകൊണ്ട് അതും കൂടി എനിക്കൊന്ന് ഉപദേശിച്ചു തരണമേ എന്ന് ഭംഗ്യന്ത്രേണ സൂചിപ്പിക്കാം. മന്യേ മഹാഭാഗവതം നാരദം ദേവദർശനം ഏന പ്രോക്തക്രിയായോഗ പരിചര്യാവിധർഹരേ. ദേവദർശനം നാരദം മഹാഭാഗവതം മന്യേ ഏന ഹരേ പരിചര്യാവിധി ക്രിയായോഗ പ്രോക്ത. മന്യേ മഹാഭാഗവതം നാരദം ദേവദർശനം ഏന പ്രോക്തക്രിയായോഗ പരിചര്യാവിധർഹരേ. മന്യേ മഹാഭാഗവതം നാരദം ദേവദർശനം ഏന പ്രോക്തക്രിയായോഗ പരിചര്യാവിധർഹരേ.
സ്വധർമ്മശീലേ പുരുഷൈ ഭഗവാൻ യജ്ഞപൂരുഷാം യുജ്യമാനോ ഭക്തിമതാം നാരദേനേടിതക്കിലാം. സ്വധർമ്മശീലൈ, സ്വധർമ്മത്തിൽ ശ്രദ്ധയോടുകൂടിയവരായ പുരുഷൈ, പുരുഷന്മാരാൽ യജ്ഞപൂരുഷ ഭഗവാൻ, യജ്ഞപുരുഷനായ ഭഗവാൻ യുജ്യമാനഃ ആരാധിക്കപ്പെടുന്ന, യുജ്യമാനഃ ആരാധിക്കപ്പെടുക, ഭക്തിമത നാരദേന ഈഡിതം കില, ഭക്തിമാനായ നാരദനാൽ ഭഗവാനെ സ്തുതിക്കപ്പെട്ടല്ലോ. അതുകൊണ്ടാണ് ചോദിക്കാൻ കാരണം. സ്വധർമ്മം വിധിയനുസരിച്ച് അനുഷ്ഠിച്ച പ്രചേതസ്സുകൾ എല്ലാ കർമ്മത്തിന്റെയും ഫലം തരുന്ന ഭഗവാനെ ആരാധിച്ച് പത്രത്തിൽ നാരദമുനി പാടിയ ഭഗവാനെ കുറിച്ചുള്ള ഭക്തി സംവർദ്ധകമായ ധ്രുവകഥയും കേട്ടു. അതുകൊണ്ടാണ് പ്രചേതസ്സുകളുടെ കഥയിൽ നാരദൻ പ്രകാശിപ്പിക്കുന്ന കീർത്തനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഞങ്ങളോട് പറയാനുള്ള കഴിവ് നാരദേന ഈഡിതക്കില, നാരദൻ സ്തുതിച്ചുവല്ലോടെ, നാരദൻ സ്തുതിക്കപ്പെട്ടവനാണ് ഭഗവാൻ. ഭക്തിമാനായ ഭക്തിമത നാരദേന ഈഡിതക്കില, ഈഡിത സ്തുത്യ, സ്തുതിക്കപ്പെട്ടവൻ. യജ്ഞപുരുഷനായിട്ട് പുരുഷന്മാരാൽ, ധർമ്മശീലന്മാരായ പുരുഷന്മാരാൽ ഭഗവാനെ യജിക്കുമ്പോൾ യജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സത്രത്തിൽ കയറി ചെന്ന് ഭക്തി സംവർദ്ധകമായ ഗാനം അങ്ങ് പാടിയല്ലോ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അങ്ങേക്ക് ഭഗവാന്റെ പൂജാവിധാനവും സ്തുതികളും എങ്ങനെ വേണം എന്ന് നന്നായിട്ട് അറിയാം. അതും കൂടി എനിക്കൊന്ന് പറഞ്ഞു തരണേ ഇതിൻ്റെ അകത്ത്. സ്വധർമ്മശീലേ പുരുഷേർ ഭഗവാൻ യജ്ഞപൂരുഷാം യുജ്യമാനോ ഭക്തിമതാ നാരദേനേടിതക്കിലാം. സ്വധർമ്മശീലൈ പുരുഷൈ യുജ്യമാനഃ ഭഗവൻ യജ്ഞപൂരുഷഃ ഭക്തിമതാ നാരദേന ഈഡിതക്കില. സ്വധർമ്മശീലൈ പുരുഷൈർ ഭഗവാൻ യജ്ഞപൂരുഷാം യുജ്യമാനോ ഭക്തിമതാ നാരദേനേടിതക്കിലാം. സ്വധർമ്മശീലൈ പുരുഷൈർ ഭഗവാൻ യജ്ഞപൂരുഷാം യുജ്യമാനോ ഭക്തിമതാ നാരദേനേടിതക്കിലാം. യാസ്താദേവർഷിണാ തത്ര വർണ്ണിതാ ഭഗവത്കഥാം മഹ്യം ശുശ്രൂഷവേ ബ്രഹ്മൻ കാൽസ്ന്യേന അജഷ്ടുമർഹസി. യാഹത്താഹ, യാതൊരു കഥകളാണോ ആ കഥകൾ ദേവർഷിണ നാരദേന തത്ര വർണ്ണിത, അവിടെ വർണ്ണിക്കപ്പെട്ട ഭഗവത് കഥ, ഭഗവത് കഥകൾ മഹ്യം എനിക്ക് വേണ്ടി, ശുശ്രൂഷവേ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എനിക്ക് വേണ്ടി. ശുശ്രൂഷ എന്ന് വെച്ചാൽ കേൾക്കാനുള്ള ആഗ്രഹമാണ്. ശ്രോതും ഇച്ഛ ശുശ്രൂഷ. ആ ശുശ്രൂഷ ഉള്ളവൻ ശുശ്രൂഷു, അതിൻ്റെ ചതുർത്ഥിയാണ് ശുശ്രൂഷവേ. ഗുരവേ പോലെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എനിക്ക് വേണ്ടി ഹേ ബ്രഹ്മൻ കാർസ്ന്യേന സമ്പൂർണമായിട്ടും ആചഷ്ടുമർഹസി പറയുവാൻ അർഹിക്കുന്നു. ആ സത്രത്തിൽ വെച്ച് അങ്ങ് ഭഗവാനെ പാടി പുകഴ്ത്തി സ്തുതിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. ആ സ്തുതികൾ ഒന്നും വിടാതെ എനിക്കിവിടെ പറഞ്ഞത്, ഒരു കുറവ് വരാതെ സമ്പൂർണമായിട്ടും ബ്രഹ്മജ്ഞാനിയായ അങ്ങ് എന്നോട് പറയണം. ആ കഥ കേൾക്കാൻ ഞാൻ ഏറ്റവും ആഗ്രഹിച്ച് മോഹിച്ചിരിക്കുകയാണ് പറഞ്ഞത്. യാസ്താദേവർഷിണാ തത്ര വർണ്ണിതാ ഭഗവത് കഥാം മഹ്യം ശുശ്രൂഷവേ ബ്രഹ്മൻ കാൽസ്ന്യേന അചഷ്ടുമർഹസി. ദേവർഷിണ തത്ര വർണ്ണിതാഃ ഭഗവത് കഥാഃ യാഃ താഃ ഹേ ബ്രഹ്മൻ ശുശ്രൂഷവേ മഹ്യം കാൽസ്ന്യേന ആചഷ്ടും അർഹസി. യാസ്താദേവർഷിണാ തത്ര വർണ്ണിതാ ഭഗവത് കഥാം മഹ്യം ശുശ്രൂഷവേ ബ്രഹ്മൻ കാൽസ്ന്യേന അചഷ്ടുമർഹസി. യാസ്താദേവർഷിണാ തത്ര വർണ്ണിതാ ഭഗവത് കഥാം മഹ്യം ശുശ്രൂഷവേ ബ്രഹ്മൻ കാൽസ്ന്യേന അചഷ്ടുമർഹസി. ഈ 5 ശ്ലോകം വിതുരരുടെ ചോദ്യമാണ്. 4 ശ്ലോകത്തോളം.
ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മൈത്രേയ ഉവാച, മൈത്രേയൻ മറുപടി പറയുകയാണ്, ധ്രുവസ്യതോൽക്കലപുത്ര പിതരിപ്രസ്ഥിതേവനം സാർവഭൗമശ്രിയം നൈച്ഛദധിരാജാസനം പിതു. ശരി, കഥ പറഞ്ഞോളാം, കേട്ടോളൂ. ധ്രുവന്റെ പുത്രന്റെ പേര് ഉൽക്കലൻ എന്നാണ്. ധ്രുവസ്യച ഉൽക്കലപുത്ര, ധ്രുവസ്യ പുത്ര ഉൽക്കലഃ സ. ധ്രുവന്റെ പുത്രൻ ഉൽക്കലനാണ്. പിതരി വനം പ്രസ്ഥിതേ, പിതാവായ ധ്രുവൻ വനത്തിലേക്ക് പോകുമ്പോൾ സാർവഭൗമശ്രിയം, സാർവഭൗമൻ ചക്രവർത്തിയാണ്, ചക്രവർത്തിയുടെ ഐശ്വര്യത്തെ ന ഇച്ഛത് അധിരാജാസനം പിതു. ധ്രുവന്റെ പുത്രനായ ഉൽക്കലൻ പിതാവ് വാനപ്രസ്ഥത്തിന് പോയപ്പോൾ ലഭിച്ച ചക്രവർത്തി പദവിയെ, പിതാവിന്റെ സിംഹാസനത്തെ സ്വീകരിക്കാൻ ആഗ്രഹിച്ചു. ഇതൊരു അത്ഭുതമാണ്. ഒരു പുത്രനും അങ്ങനെ ചെയ്യാറില്ല, പുത്രന്റെ അവകാശമാണ്. പക്ഷെ ഇവിടെ ഉൽക്കലൻ ന ഇച്ഛത് നയിച്ഛത്, ആഗ്രഹിച്ചില്ല, അധിരാജ ആസനം, സിംഹാസനം, പിതുഹു, പിതാവിന്റെ ആ രാജാസന പദവി എല്ലാ സാർവഭൗമത്വവും ലഭിക്കുന്ന പദവിയാണ്, ചക്രവർത്തി പദവിയാണ്, വെറും രാജാവല്ല. ആ സ്ഥാനം ഏൽക്കാൻ ഉൽക്കലൻ തയ്യാറായില്ല. സുഭക്ഷ്യതോൽക്കലപുത്ര പിതരിപ്രസ്ഥിതേവനം സാർവഭൗമശ്രിയം നൈച്ഛദധിരാജാസനം പിതു. ധ്രുവസ്യതോൽക്കലപുത്ര പിതരിപ്രസ്ഥിതേവനം സാർവഭൗമശ്രിയം നൈച്ഛദധിരാജാസനം പിതു. ധ്രുവസ്യ പുത്രഃ ഉൽക്കലഃ പിതരിവനം പ്രസ്ഥിതേ സാർവഭൗമശ്രിയം പിതുഃ അധിരാജാസനം ന ഐച്ഛത്. ധ്രുവസ്യതോൽക്കലപുത്ര പിതരിപ്രസ്ഥിതേവനം സാർവഭൗമശ്രിയം നൈച്ഛദധിരാജാസനം പിതു. സജന്മനോപശാന്താത്മാ നിസ്സംഗസമദർശനാം ദദർശ ലോകേ വിതതമാത്മാനം ലോകമാത്മനി. അവൻ, ഉൽക്കലൻ, ജന്മനാ ഉപശാന്ത, ജന്മം കൊണ്ട് തന്നെ ഉപശാന്തമായ മനസ്സോടെ, അന്ധകരണത്തോട് കൂടിയവനാണ്. ജന്മനാ ഉപശാന്ത ആത്മാ, അതുകൊണ്ട് നിസ്സംഗ, ജനിച്ചു വീണപ്പോൾ മുതൽ തന്നെ ശാന്തമായ അടക്കമുള്ള മനസ്സോട് കൂടിയവനായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എന്തിനോടും ആസക്തി ഉണ്ടായില്ല, നിസ്സംഗന. സമദർശന, എല്ലാം ഒരുപോലെ കാണുന്നത്. ലോകേ ദദർശ, ലോകത്തെ കണ്ടു. വിതതം ആത്മാനം ലോകം ആത്മനി, വിതതമായ ആത്മാവിനെ, വിതതം വ്യാപരിച്ചിരിക്കുന്ന, വ്യാപ്തം, വ്യാപ്തമായ ആത്മാവിനെയും ആത്മനി, ആത്മാവിൽ ലോകത്തെയും ഒരുപോലെ കണ്ടു. ആത്മാവ് വിതതമാണ്, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യമാണ് ആത്മാവ്. അപ്പൊ ആത്മാവിനെ കണ്ടത് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആത്മ ചൈതന്യത്തെയാണ്. തൻ്റെ ആത്മാവിൽ ഈ ലോകത്തെയും കണ്ടു. അപ്പൊ തൻ്റെ ഉള്ളിലുള്ള ആത്മാവും ഇത് തന്നെയാണ്. ലോകം നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിനെ കണ്ടതുപോലെ തന്നെ തൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെയും താൻ കണ്ടു. എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന വസ്തു ഒന്നാണ് എന്ന് വിവേകം കൊണ്ട് തിരിച്ചറിഞ്ഞു. ആത്മാവിലാണ് ലോകമെന്നും ലോകത്തിലാണ് ആത്മാവെന്നും ജ്ഞാനദൃഷ്ടി കൊണ്ട് ഉൽക്കലൻ കണ്ടു. ഇങ്ങനെയുള്ള ഒരാൾക്ക് വീണ്ടും തിരിച്ചു വന്ന് രാജ്യഭാരമൊക്കെ സ്വീകരിച്ചിരിക്കാൻ ആവില്ല. പിതാവിനേക്കാൾ ഉത്കൃഷ്ടനാണ്, ധ്രുവനേക്കാൾ ഉത്കൃഷ്ടനാണ്. ജന്മനോപശാന്താത്മാ നിസ്സംഗസമദർശനാം ദദർശ ലോകേ വിതതമാത്മാനം ലോകമാത്മനി. ജന്മന ഉപശാന്താത്മാ,
സമദർശനഃ നിസ്സംഗഃ ലോകേ വിതതമാത്മാനം ആത്മനി ലോകം ദദർശ സ്വജന്മനോപശാന്താത്മാ നിസ്സംഗഃ സമദർശനാം ദദർശ ലോകേ വിതതമാത്മാനം ലോകമാത്മനി ആത്മാനം ബ്രഹ്മനിർവാണം പ്രത്യസ്തമിത വിഗ്രഹം അവബോധൈരഫൈകാജ്ഞാം ആനന്ദമനുസന്തതം അവ്യവച്ഛിന്നയോഗാഗ്നി ദഗ്ധകർമ്മകലാശ്രയാം സ്വരൂപമവരുന്ധാനോ ആത്മനോ അന്യം തദൈക്ഷതാം. ആത്മാനം തന്നെ തൻ്റെ ആത്മാവിനെ തന്നെ ബ്രഹ്മനിർവാണം ബ്രഹ്മാനന്ദമായിട്ടും പ്രത്യസ്തമിത വിഗ്രഹം പ്രത്യസ്തം അസ്തമിച്ച വേർപെട്ട ശരീരവും വിഗ്രഹവുമായിട്ടുള്ള മിതത്തെ ബന്ധത്തെ വേർപെട്ടതായിട്ട് കണ്ടു. തൻ്റെ ഈ ആത്മാവ് ആനന്ദസ്വരൂപനായ ബ്രഹ്മാത്മാവ് തൻ്റെ ശരീരവുമായി വേർപെട്ടിരിക്കുന്നതാണ് എന്ന് കണ്ടു. പ്രത്യസ്തമിത വിഗ്രഹം അവബോധരസൈകാത്മ്യം അവബോധമെന്ന ഏകരസത്തോടു കൂടിയതാണ്. അവബോധം ജ്ഞാനമാണ്. സാന്ദ്രാനന്ദാവബോധാത്മകം എന്നുള്ളിടത്ത് അവബോധം എന്ന വാക്ക് തന്നെയാണ് നേരത്തെ പ്രയോഗിച്ചത്. അപ്പൊ ജ്ഞാനമാകുന്ന അവബോധമാകുന്ന ഏകരസ സ്വരൂപത്തോട് കൂടിയവനാണ്. അവബോധരസൈകാത്മ്യം ആനന്ദം അനുസന്തതം എല്ലായ്പ്പോഴും ആനന്ദത്തെ പിന്തുടരുന്നവനാണ്. ആനന്ദം അനുസന്തതം എപ്പോഴും ആനന്ദത്തെ പിന്തുടരുന്നവനും അവ്യവച്ഛിന്ന യോഗാഗ്നി ദഗ്ധകർമ്മമലാശ്രയാം. അവ്യവച്ഛിന്ന യോഗാഗ്നി വേർപെടാനപ്പെടുത്താൻ ആവാത്ത നിരന്തരമായി ചേർന്നിരിക്കുന്ന അവ്യവച്ഛിന്ന യോഗാഗ്നി കൊണ്ട് ദഗ്ധമായ കർമ്മമല ആശ്രയ കർമ്മമാകുന്ന മലങ്ങളൊക്കെ ദഹിപ്പിച്ചു കഴിഞ്ഞവനായ ആയിട്ട് അവ്യവച്ഛിന്ന യോഗാഗ്നി ദഗ്ധ കർമ്മ മലാശ്രയ സ്വരൂപം അവരുന്ധാനോ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞവനായിട്ട് ന ആത്മനോ അന്യം തദൈക്ഷത ആത്മാവല്ലാതെ ഒന്നും കണ്ടില്ല. ആത്മനോ അന്യം തത് ന ഐക്ഷത ആത്മാവല്ലാതെ മറ്റൊന്നും കണ്ടില്ല. ആത്മാവിനെ മാത്രമേ കണ്ടു. ലോകത്തിലെ ആത്മാവിനെയും ആത്മാവിൽ ലോകത്തെയും ഒരുപോലെ കണ്ടു. ആത്മാവ് ബ്രഹ്മാനന്ദ സ്വരൂപമാണെന്ന് തിരിച്ചറിഞ്ഞു. ആ ആത്മാവിനെ പരമാത്മാവിനെ ജീവാത്മാവായി സ്ഥിതി ചെയ്യുന്ന ശരീരവുമായി യാതൊരു ബന്ധവുമില്ല എന്നും തിരിച്ചറിഞ്ഞു. അളവില്ലാത്ത ജ്ഞാനാനന്ദ സ്വരൂപനാണ് ആ ആത്മാവെന്ന് തിരിച്ചറിഞ്ഞു. നിരന്തരമായും താൻ അഭ്യസിച്ച യോഗവും ആ യോഗാഗ്നി കൊണ്ട് ഉള്ളിലുണ്ടായിരുന്ന ജന്മാന്തരവാസനകളെയൊക്കെ ദഹിപ്പിച്ചു കളഞ്ഞ അനുഭവം ഉണ്ടായി. അപ്പോൾ എല്ലായിടത്തും പറഞ്ഞ ബ്രഹ്മത്തെ കാണാൻ പറ്റും. 2 ശ്ലോകത്തിൽ എങ്ങനെ ബ്രഹ്മദർശനം, എന്താണ് ബ്രഹ്മം എന്ന് അതിമനോഹരമായി വർണ്ണിക്കുന്നു. ആത്മാനം ബ്രഹ്മനിർവാണം പ്രത്യസ്തമിത വിഗ്രഹം അവബോധരസൈകാജ്ഞം ആനന്ദമനുസന്തതം
അവ്യവച്ഛിന്ന യോഗാഗ്നി ദഗ്ധകർമ്മമലാശ്രയാം സ്വരൂപമവരുന്ധാനോ നാത്മനോന്യം തദൈക്ഷതാം. അവ്യവച്ഛിന്ന യോഗാഗ്നി ദഗ്ധകർമ്മമലാശ്രയ ആത്മാനം ബ്രഹ്മനിർവാണം പ്രത്യസ്തമിത വിഗ്രഹം അവബോധരഫീകാത്മ്യം അനുഫന്തതം ആനന്ദം സ്വരൂപം അവരുന്ധാനഃ തത് ആത്മനഃ അന്യം ന ഐക്ഷത. ആത്മാനം ബ്രഹ്മനിർവാണം പ്രത്യസ്തമിത വിഗ്രഹം അവബോധരഫൈകാത്മ്യം ആനന്ദമനുസന്തതം അവ്യവച്ഛിന്ന യോഗാഗ്നി ദഗ്ധകർമ്മമലാശ്രയാം സ്വരൂപമവരുന്ധാനോ നാത്മനോന്യം തദൈക്ഷതാം. ആത്മാനം ബ്രഹ്മനിർവാണം പ്രത്യസ്തമിത വിഗ്രഹം അവബോധരഫൈകാത്മ്യം ആനന്ദമനുസന്തതം അവ്യവച്ഛിന്ന യോഗാഗ്നി ദഗ്ധകർമ്മമലാശ്രയാം സ്വരൂപമവരുന്ധാനോ നാത്മനോന്യം തദൈക്ഷതാം. ജഡാന്ധബിധിരോന്മത്താം മൂകാകൃതിരതന്മതീം ലക്ഷിതപഥിബാലാനാം പ്രശാന്താച്ഛിദിവാനലാം. ജഡ അന്ധബധിരോന്മത്തമൂകാകൃതി അതന്മതി, ജഡനെ പോലെ ഒന്നും വേണ്ടവണ്ണം പ്രവർത്തിക്കാനുള്ള ശക്തിയില്ലാത്തവനെയാണ് ജഡൻ എന്ന് വിളിക്കുന്നത്. അന്ധൻ കണ്ണു കാണാത്തവനാണ്, ബധിരൻ ചെവി കേൾക്കാത്തവനാണ്, ഉന്മത്തൻ ഭ്രാന്തനാണ്, മൂകൻ സംസാരശേഷിയില്ലാത്തവനാണ്, ആകൃതിഹിന്ദൽ വേഷം ഉള്ളവനാണ്, അതന്മതിഹി അവരുടെ ബുദ്ധിയോട് കൂടാത്തവനാണ്. തന്മതി തൻ്റെ ബുദ്ധിയോട് കൂടിയവൻ, അതന്മതി തൻ്റെ ബുദ്ധിയോട് കൂടാത്തവൻ. ജഡ അന്ധ ബധിര ഉന്മത്ത മൂക ആകൃതി അതന്മതി. ജഡാന്ധബധിരോന്മത്ത മൂകാകൃതി അതന്മതി ലക്ഷിത പഥിബാലാനാം. അങ്ങനെ ഉള്ള ബുദ്ധിയോട് കൂടാത്തവൻ. ലക്ഷിത പഥി, ലക്ഷിത കാണപ്പെട്ടു, പഥിയിൽ വഴിക്ക് മാർഗത്തിൽ വെച്ച്, ബാലാനാം ബാലന്മാർക്ക്, പ്രശാന്ത അർച്ചിഹീവ അനലഹ ശാന്തമായ ജ്വാലയോട് കൂടിയ അഗ്നി എന്ന പോലെ വഴിയിൽ അജ്ഞന്മാരാൽ കാണപ്പെട്ടു ഭഗവത് സ്വരൂപത്തെ. അനലൻ അഗ്നിയാണ്. പ്രശാന്തമായ അർച്ചിഫ് ജ്വാല, പ്രശാന്തമായ കെട്ടടങ്ങിയ ജ്വാലയോട് കൂടിയ അഗ്നിയെപ്പോലെ. ജ്വാല കെട്ടടങ്ങിയത് മാത്രമേ ഉള്ളൂ, അഗ്നി കെട്ടിട്ട് അതൊന്ന് ഊതിക്കൊടുത്താൽ, വീശി കൊടുത്താൽ വീണ്ടും കത്തി ജ്വാലയോടുകൂടി വരും. ഇങ്ങനെയുള്ള ആകൃതിയോട് കൂടിയവൻ ആണ് ഉൽക്കലൻ എന്ന്. ഉൽക്കലനെ കുറിച്ചാണ് ഈ വർണ്ണിക്കുക. ഉൽക്കലൻ ബ്രഹ്മജ്ഞാനിയാണ് എന്ന് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അജ്ഞന്മാർക്കെല്ലാം ഓരോ വിധത്തിലാണ് ഇദ്ദേഹത്തെ തോന്നിക്കുന്നത്. ചിലർക്ക് തോന്നും ഇദ്ദേഹം ജഡനാണ്, ചിലർക്ക് തോന്നും അന്ധനാണ്, ചിലർക്ക് തോന്നും ബധിരാണ്, ചിലർക്ക് തോന്നും ഉന്മത്തനാണ്, ചിലർക്ക് തോന്നും മൂകനാണ്, ചിലർക്ക് തോന്നും ആകൃതിയോട് കൂടിയവനാണ്, ചിലർക്ക് തോന്നും അതന്മതിയാണ് എന്നിങ്ങനെ ഓരോരുത്തരും ഈ ഉൽക്കലനെ കുറിച്ച് ഈ മട്ടിൽ വിചാരിക്കപ്പെട്ടു. ഇതൊന്നും, ഈ വിചാരങ്ങളൊന്നും ഉൽക്കലനെ ബാധിച്ചില്ല. തന്നെ നോക്കുന്നവരെ താൻ അന്ധനാണെന്നോ
ബധിരനാണെന്ന് വിചാരിക്കുന്നു എന്നൊരു ഭാവം ആർക്കില്ല? ഉൽക്കലില്ല. കാരണം താനിതൊന്നും അല്ല. താൻ ജഡനല്ല, അന്ധനല്ല, മൂകനല്ല, ഒന്നുമല്ല. പക്ഷെ മറ്റുള്ളവർക്ക് എന്നെ ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. ചിലപ്പോൾ ഞാൻ ഒന്നും മിണ്ടില്ല, ചിലപ്പോൾ എന്ത് കേട്ടതും ചിലപ്പോൾ ഒരു ബുദ്ധിയില്ലാത്തവനെ പോലിരിക്കും. ഇങ്ങനെ താൻ പെരുമാറുന്നത് കൊണ്ട് അവന്റെ ബുദ്ധിയിൽ എല്ലാവിധ ജ്ഞാനസ്വരൂപമായ ബ്രഹ്മം മാത്രം പ്രകാശിച്ചു കൊണ്ടിരുന്നു. ജ്വാലയടങ്ങിയ അഗ്നി പോലെ. പുറമേ ദാഹശക്തി ഇല്ലെങ്കിലും അകത്ത് അത് ഉള്ളിൽ ആ ശക്തി ഇരിക്കുന്നത് പോലെ ഉൽക്കലന്റെ ആകൃതി ജഡാന്ധബധിരമുഖാദികളെ പോലെ ആണെങ്കിലും ബ്രഹ്മാനന്ദ നിമഗ്നനായിരുന്നു. ഉൽക്കലിനെ കണ്ടാൽ ജ്വാല കെട്ടടങ്ങിയ തീ പോലെയാണ്. അത്രയ്ക്ക് ശക്തി, പവർ ഉള്ളിൽ നിൽക്കുന്നവനാണ്. ഇതാണ് ഉൽക്കലന്റെ. നോക്കിയോളൂ, ധ്രുവന്റെ പുത്രനെ കുറിച്ചാണ് വർണ്ണിക്കുക. ആ ഉൽക്കലിന് സിദ്ധിച്ച ജന്മാനുഗതമായ ഭാഗ്യസമ്പത്ത്, പുണ്യം, സുകൃതം, അതിനെക്കുറിച്ചൊന്ന് വർണ്ണിക്കലായിരുന്നു ആദ്യം. ജഡാന്ധബിധുരോന്മത്താം മൂകാകൃതിരതന്മതീം ലക്ഷിത പഥിബാലാനം പ്രശാന്തച്ചിരിവാനലാം. ജഡ, അന്ധ, ബധിര, ഉന്മത്ത, മൂക ആകൃതി അതന്മതി പഥി ബാലാനാം പ്രശാന്താർച്ചി അനലൈവ ലക്ഷിത. ജഡാന്ധബിധുരോന്മത്താം മൂകാകൃതിരതന്മതീം ലക്ഷിത പഥിബാലാനം പ്രശാന്തച്ചിരിവാനലാം. ജഡാന്ധബിധുരോന്മത്താം മൂകാകൃതിരതന്മതീം ലക്ഷിത പഥിബാലാനം പ്രശാന്തച്ചിരിവാനലാം. മത്വാദം ജഡമുന്മത്തം പുരവൃദ്ധാസുമന്ത്രണാം വത്സരം ഭൂപതിം ചക്രുർ യവീയാംസം ഭ്രമേഫുതം. അത്തം അവനെ, ഉൽക്കലനെ, ജഡം ഉന്മത്തം മത്വ, അവൻ ജഡനാണെന്നും ഉന്മത്തനാണെന്നും ഒക്കെ വിചാരിച്ചിട്ട് കുലവൃദ്ധാഹ, ആ കുലത്തിലെ വൃദ്ധന്മാരായ ജ്ഞാനികൾ, മന്ത്രിണ, മന്ത്രിമാരോട് കൂടിയവർ, വത്സരം ഭൂപതിം ചക്രുഹു, വത്സരനെ ഭൂപതിയാക്കി ചെയ്തു. യവീയാംസം ഭ്രമേഫുതം, അനുജത്തിയായ യമിയുടെ പുത്രനായ ഉൽക്കലനെ ആയ വത്സരനെ രാജാവാക്കി അഭിഷേകം ചെയ്തു. അപ്പൊ പുത്രൻ രാജ്യം സ്വീകരിക്കാൻ തയ്യാറാവാതെ കണ്ട് നമ്മൾ പണ്ട് പഠിച്ച ഭരതനേക്കാൾ കഷ്ടമായിട്ട് അവധൂതനായി നടക്കുന്ന ഒരാളെ രാജാവാക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ആ രാജകുലത്തിൽ പ്രായമായ ജ്ഞാനികളായ വൃദ്ധന്മാരും മന്ത്രിമാരും കൂടി ആലോചിച്ച് ധ്രുവന്റെ രണ്ടാമത്തെ ഭാര്യ, ഇളയ ഭാര്യയായ ഭ്രമിയിൽ ഉണ്ടായ ഉൽക്കലനേക്കാൾ ജ്യേഷ്ഠനായ വത്സരൻ എന്ന ഒരു പുത്രനെ രാജാവാക്കി നിശ്ചയിച്ചു. വത്സരം ഭൂപതിം ചക്രുഹു യവീയാംസം ഭ്രമേ സുത. യവീയാംസം ഇളയത് എന്നർത്ഥം. രണ്ടാമത്തെ പത്നിയിൽ, അത് ഭ്രമി എന്നാണ് അവളുടെ പേര്. ഭ്രമേഹി, ഭ്രമിയുടെ പുത്രനെ ഭൂപതിയാക്കി ചെയ്തു. ഭഗവത് ഭക്തി കൊണ്ട് ഉൽക്കലൻ വിദഗ്ധനായി. അതുകൊണ്ടാണ് രാജ്യാസക്തി ഇല്ലാതെ വന്നപ്പോൾ ഭഗവത് ഭക്തിയുടെ പരമഫലം ഈ ത്യാഗമാണ് എന്ന് ഓർപ്പിച്ചു. ഇവിടെ ഭക്തി സമ്പൂർണമായി ഉള്ളിൽ നിറഞ്ഞാൽ എല്ലാത്തിനും ത്യജിക്കാനുള്ള മനസ്സുണ്ടാകും. അല്ലെങ്കിൽ ആരാ ഇപ്പോൾ ഒരു രാജ്യാസനം കിട്ടിയാൽ വേണ്ടെന്ന് വെക്കുക? അതിനുവേണ്ടിയല്ലേ ഓടി നടക്കുന്ന മുഴുവൻ. ഒരു മടിയില്ല. കേവലമായ ഒരു സംസ്ഥാനത്തിൻ്റെ രാജാവല്ല,
കേവലമായ ഒരു രാഷ്ട്രത്തിൻ്റെ രാജാവല്ല, കേവലമായ ഭൂമിയുടെ മാത്രം രാജാവല്ല, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന സാർവഭൗമത്വം കിട്ടുന്ന ഒരവസ്ഥയാണ് ഈ ഉൾക്കലിന് വരാനിരുന്ന്. അതൊക്കെ അദ്ദേഹം വരിച്ചു. അതുകൊണ്ട് വത്സരന് രാജാവാണ്. മത്വാതം ജഡമുന്മത്തം കുലവർത്ഥാഭമന്ത്രണാം വത്സരം ഭൂപതിം ചക്രുർയവീയാം സംഭ്രമേ ഫുതം ഫമന്ത്രണഃ കുലവർത്ഥാഃ തം ജഡം ഉന്മത്തം മത്വാ ഭ്രമേഹ ഫുതം യവീയാംസം വത്സരം ഭൂപതിം ചക്രുഃ മത്വാതം ജലമുന്മത്തം കുലവർത്ഥാഭമന്ത്രണാം വത്സരം ഭൂപതിം ചക്രുർയവീയാം സംഭ്രമേ ഫുതം മത്വാതം ജലമുന്മത്തം കുലവർത്ഥാഭമന്ത്രണാം വത്സരം ഭൂപതിം ചക്രുർയവീയാം സംഭ്രമേ ഫുതം വത്സരഫ്യേഷ്ടാം ഭാര്യാഭൂതഷടാത്മജാൻ പുഷ്പർണം തിഗ്മകേതും ഇഷമൂർജം വസുഞ്ജയം പൊർവീഥി. വത്സരന്റെ പത്നിയുടെ പേരാണ് പൊർവീഥി. പൊർവീഥി വത്സരസ്യ ഇഷ്ടാ ഭാര്യ. വത്സരന് ഏറ്റവും പ്രിയതമയായ ഭാര്യ പൊർവീഥിയാണ്. അവൾ അഫൂത പ്രസവിച്ചു ഷടാത്മജാൻ, 7 പുത്രന്മാരെ പ്രസവിച്ചു. വത്സരന് പൊർവീഥിയിൽ 7 പുത്രന്മാരുണ്ടായി. പുഷ്പാർണം തിഗ്മകേതും ച ഇഷും ഊർജം വഫും ജയം. ആറ് പുത്രന്മാരെ ഷഡ ആത്മജാൻ 6 പുത്രന്മാരെ പ്രസവിച്ചു. ഒരാളുടെ പേര് പുഷ്പാർണൻ, രണ്ടാമത്തെ തിഗ്മകേതു, മൂന്നാമത്തെ ഇഷൻ, 4 ഊർജൻ, 5 വഫു, 6 ജയൻ എന്നു പേരുള്ള 6 പുത്രന്മാർ ഉണ്ടായി. പൊർവീഥർ വത്സരഫ്യേഷ്ടാ ഭാര്യ അഭൂത ഷടാത്മജാൻ പുഷ്പാർണം തിഗ്മകേതും ച ഇഷമൂർജം വഫും ജയം. വത്സരഫ്യ ഇഷ്ടാ ഭാര്യ പൊർവീഥി ഷടാത്മജാൻ അഫൂത് പുഷ്പാർണം തിഗ്മകേതു ഇഷും ഊർജം വഫും ജയം ച ഷടാത്മജാൻ അഭൂത. പൊർവീഥർ വത്സരഫ്യേഷ്ടാ ഭാര്യ അഭൂത ഷടാത്മജാൻ പുഷ്പാർണം തിഗ്മകേതും ച ഇഷമൂർജം വഫും ജയം. പൊർവീഥർ വത്സരഫ്യേഷ്ടാ ഭാര്യ അഭൂത ഷടാത്മജാൻ പുഷ്പാർണം തിഗ്മകേതും ച ഇഷമൂർജം വഫും ജയം. പുഷ്പാർണസ്യ പ്രഭാ ഭാര്യ ദോഷാ ച ദ്വേ ബഭൂവതു പ്രാതർമധ്യം ദിനം സായമിതി യാസൻ പ്രഭാസുതാഃ. പുഷ്പാർണസ്യ, ആ പുഷ്പാർണൻ എന്ന പുത്രനെ പ്രഭാ ദോഷാ ച ദ്വേ ഭാര്യ, പ്രഭയെന്നും ദോഷ എന്നും 2 ഭാര്യമാർ ബഭൂവതു ഭവിച്ചു. പ്രാതഃ മധ്യന്തിനം സായമിതി ഈ ആസൻ പ്രഭാസുത. അതിൽ ആദ്യത്തെ ഭാര്യയായ പ്രഭയ്ക്ക് 3 പുത്രന്മാരുണ്ടായി. ആദ്യത്തെ പുത്രന്റെ പേര് പ്രഭയെന്നും പ്രാതഃ എന്നും, രണ്ടാമത്തെ മധ്യന്തിനമെന്നും, മൂന്നാമത്തെ സായമെന്നും 3 പേരോട് പേരിടുന്ന അത്ഭുതകരമാണ്. ഒരാൾ പ്രാതക്കാലം പ്രഭാത്, മറ്റേയാള് മധ്യാഹ്നകാലം, പിന്നത്തെ ആള് സായങ്കാലം എന്ന കാലത്തെ സൂചിപ്പിക്കുന്ന 3 പേരാണ് 3 പുത്രന്മാർക്ക് പുഷ്പാർണൻ ഇട്ടത്. പുഷ്പാർണസ്യ പ്രഭാ ഭാര്യ ദോഷാ ച ദ്വേ ബഭൂവതുഃ പ്രാതർ മധ്യം ദിനം സായം ഇതി ഹ്യാസൻ പ്രഭാസുതാഃ. പുഷ്പാർണസ്യ പ്രഭാ ദോഷാ ച ദ്വേ ഭാര്യേ ബഭൂവതുഃ പ്രഭാസുതാഃ.
പ്രാതഃ മധ്യന്ദിനം സായമിതി ഹി ആസൻ പുഷ്പാർണവ്യ പ്രഭാഭാര്യ ദോഷാചദ്വേ ബഭൂവതു പ്രാതമധ്യം ദിനം സായം ഇതി ഹ്യാസൻ പ്രഭാസുതാ പുഷ്പാർണവ്യ പ്രഭാഭാര്യ ദോഷാചദ്വേ ബഭൂവതു പ്രാതർമധ്യം ദിനം സായം ഇതി ഹ്യാസൻ പ്രഭാസുതാഹം പ്രദോഷാ നിശിതോ വിഷ്ട ഇതി ദോഷാഫുതാസ്ത്രയാം വിഷ്ടഫുതം പുഷ്കരിണ്യാം സർവതേജസമാദധേ പ്രദോഷോ നിശിതോ വിഷ്ട ഇതി ദോഷാഫുതാസ്ത്രയ. രണ്ട് ഭാര്യമാരാണ്. ആദ്യം പ്രഭയുടെ പുത്രന്മാരെ കുറിച്ച് പറഞ്ഞു. അതാണ് പ്രഭാതമെന്നും ഉച്ചയെന്നും വൈകുന്നേരം എന്നുള്ള 3 പേരിൽ അറിയപ്പെട്ടത്. രണ്ടാമത്തെ ഭാര്യ ദോഷയാണ്. ആ ദോഷയിൽ ഉണ്ടായ പുത്രന്മാർക്ക് അവിടെ പ്രദോഷോ നിശിതോ വിഷ്ടൈ, പ്രദോഷം എന്നും നിശിതയെന്നും വിഷ്ടയെന്നും ദോഷയ്ക്ക് 3 പുത്രന്മാരുണ്ടായി. ഒന്ന് പ്രദോഷൻ, മറ്റേത് നിശീഥൻ, പിന്നെ വിഷ്ടൻ എന്ന് 3 പേർ ദോഷയുടെ പുത്രന്മാരാണ്. അതിലെ വിഷ്ടൻ സുതം പുഷ്കരിണ്യാം സർവതേജസം ആദധേ. വിഷ്ടന് പുഷ്കരിണി എന്ന ഭാര്യയിലെ സർവതേജസ് എന്നൊരു പുത്രന് ഉണ്ടായി. ആ വംശപരമ്പര മുഴുവൻ പുത്രന്റെ പുത്രൻ അച്ഛനെ അമ്മയുടെയും മകന്റെ പേര് പറഞ്ഞു പോന്നു മാത്രമേ ഉള്ളൂ. പ്രദോഷോ നിശിതോ വിഷ്ടൈ ദോഷാഫുതാസ്ത്രയാം വിഷ്ടഫുതം പുഷ്കരിണ്യാം സർവതേജസമാദധേ. ദോഷാഫുതാഹ ത്രയഃ വിഷ്ടഃ പുഷ്കരിണ്യ സർവതേജസഃ ഫുതം ആദധേ. പ്രദോഷോ നിശിതോ വിഷ്ട ഇതി ദോഷാഫുതാസ്ത്രയാം വിഷ്ടഫുതം പുഷ്കരിണ്യാം സർവതേജസമാദധേ. ദോഷോ നിശിതോ വിഷ്ടാം ഇതി ദോഷാഫുതാസ്ത്രയാം വിഷ്ടഫുതം പുഷ്കരിണ്യാം സർവതേജസമാദധേ. സചക്ഷു ഫുതമാകൂത്യാം പത്ന്യാം മനുമവാപഹാം മനോരഭൂതമഹിഷി വിരജന്നഡ്വരാസുതൻ. അവന് ആകൂത്യാം പത്ന്യാം, ആകൂതി എന്ന ഭാര്യയെ ചക്ഷുഹു എന്നു പേരുള്ള ഫുതം പുത്രനെയും മനും ഫുതം മനുവായ പുത്രനെയും അവാപ ലഭിച്ചു. 2 പുത്രന്മാർ. ഒന്ന് ആകൂതി എന്ന പത്നിയിലെ ചക്ഷുഫ് എന്നു പേരുള്ള പുത്രൻ. ചക്ഷുഫുതമാകൂത്യ പത്ന്യാം മനുമപാവൻ. മനു എന്നൊരു പുത്രനെ ലഭിച്ചു. മനോഹു അഫൂത മഹിഷി, മനുവിന്റെ ഭാര്യ പ്രസവിച്ചു. വിരജാൻ നഡ്വലാഫുതാൻ, മനുവിന്റെ മഹിഷി നഡ്വല എന്നാണ് അവളുടെ പേര്. നഡ്വല വിരജാൻ ഫുതൻ, വിരജഫുകളായ പുത്രന്മാരെ അഫൂത പ്രസവിച്ചു. സർവതേജഫിന് എന്ന പുത്രനെ ആകൂതി എന്ന ഭാര്യയെ ജനിച്ച പുത്രന് ചക്ഷുഫ് എന്ന് പേരിട്ടു. അവനാണ് അടുത്ത മന്വന്തരത്തിൽ ചാക്ഷുഷ മന്വന്തരം എന്ന് പറഞ്ഞു. ഈ ചക്ഷുഷു മനുവായിട്ടുണ്ട്. ചക്ഷുഷ് ഒരു അന്തരം വാണ കാലത്തെ ചാക്ഷുഷ മന്വന്തരം എന്ന് വിളിച്ചു. മനുവിന്റെ ഭാര്യയായ നഡ്വലയിൽ ജനിച്ച പുത്രന്മാർ രാഗാദിദോഷവൃത്തികളൊന്നും ഇല്ലാത്തവരാണ്. ചക്ഷുഫുതമാകൂത്യം പത്ന്യം മനുമവാപഹാം മനോരഫൂതമഹിഷി വിരജൻ നഡ്വലാഫുതാൻ സഹ ആകൂത്യം പത്ന്യാം ചക്ഷുഹു മനും ഫുതം അവാപ. മനോഹ മഹിഷി നഡ്വല
വിരജാൻ ഫുതാൻ അഫൂത ഫദക്ഷുഫുതമാഹൂത്യം പത്നം മനുമവാപഹാം മനോരഫൂതമഹിഷി വിരജൻ നഗ്വരാഫുതാൻ ഫദക്ഷുഫുതമാഹൂത്യം പത്നം മനുമവാപഹാം മനോരഫൂതമഹിഷി വിരജൻ നഗ്വരാഫുതാൻ പുരുംകുൽഫൃതം ദിനം സത്യവന്തമൃതൗവ്രതം അഗ്നിഷ്ടോമധീരാത്രം പദ്യുമ്നം ഉൽമുഖം. വിരജിഫുകളായ പുത്രന്മാരുടെ പേര് പറയുക. ഒന്ന് പുരു, രണ്ട് കുൽഫൻ, പിന്നെ ത്രിതൻ, അടുത്ത ദ്യുമ്നൻ, സത്യവാൻ, ഋതവ്രതൻ, അഗ്നിഷ്ടോമൻ, അതിരാത്രൻ, പ്രദ്യുമ്നൻ, ശിബി, ഉൽമുഖൻ. ഇത്രയും പേരുടെ പേര് പറയുന്നത് മാത്രമാണ് ഈ ശ്ലോകത്തിലെ വിഷയം. ഒരുങ്കുൽസന്തതം ദിനം സത്യവന്തമൃതവ്രതം അഗ്നിഷ്ടോമം അതീരാത്രം പദ്യം ശിവികമുൽ ഉൽമുഖം. ഒരുങ്കുൽസ്നന്തതം ദിനം സത്യവന്തമൃതവ്രതം അഗ്നിഷ്ടോമം അതീരാത്രം പദ്യം ശിവികമുൽമുഖം. ഉൽമുഖോജനയത് പുത്രാൻ പുഷ്കരിണ്യാം ഷഡുത്തമാൻ അംഗം സുമനസം ഖ്യാതിം കൃതും അങ്കിരസം വ്യയം. ഉൽമുഖൻ അജനയത് പുത്രാൻ, ഉൽമുഖൻ പുത്രന്മാരെ ജനിപ്പിച്ചു. പുഷ്കരിണ്യാം, പുഷ്കരണി എന്ന ഭാര്യയിൽ, ഷഡ് ഉത്തമാൻ, 6 ഉത്തമന്മാരായ പുത്രന്മാരെ ജനിപ്പിച്ചു. അംഗം സുമനഫം ഖ്യാതിം കൃതും അങ്കിരസം ഗയം എന്നാണ് ഇവരുടെ പേരുകൾ. ഉൽമുഖോ ജനയത് പുത്രാൻ പുഷ്കരിണ്യം ഷഡുത്തമാൻ അംഗം സുമനഫം ഖ്യാതിം കൃതുമങ്കിരസം ഗയം. ഉൽമുഖഃ ഉത്തമാൻ ഷഡ്പുത്രാൻ പുഷ്കരിണ്യാം അജനെ അംഗം സുമനഫം ഖ്യാതിം കൃതും അങ്കിരസം ഗയം ഇതി. ഉന്മുഖോ ജനയത് പുത്രാൻ പുഷ്കരിണ്യം ഷഡുത്തമാൻ അംഗം സുമനഫം ഖ്യാതിം കൃതുമങ്കിരസം ഗയം. പുനീതാംഗഫ്യയാ പത്നി ഫുസുവേവേനമുൽബണം ദൗശീല്യാത് ഫരാജർഷൻ നിർവിണ്ണോ നിരഗത്പുരാത്. പുനീതാംഗഫ്യ, അങ്കൻ എന്ന പുത്രന്, ഉൽമുഖന്റെ മൂത്തപുത്രനാണ് അങ്കൻ. അങ്കന് സുനീത പത്നി, സുനീത അംഗഫ്യ പത്നി, അങ്കന്റെ പത്നിയുടെ പേര് സുനീത എന്നാണ്. അവൾ ഉൽബണം വേനം ഫുഷുവെ, ഭയങ്കരനായ വേനൽ പ്രസവിച്ചു. ഉൽബണം ഭയമുണ്ടാക്കുന്നവനായ വേനനെ പുത്രനായിട്ട് പ്രസവിച്ചു. ഏത് ദൗശീല്യ, യാതൊരുവന്റെ ദുശ്ശീലത കൊണ്ട് രാജർഷി, ആ രാജർഷിയായ അങ്കൻ നിർവിണ്ണ നിരകാത്ഭുത, വിരക്തനായിട്ട് രാജ്യത്തിൽ നിന്നും പുറപ്പെട്ടു. കിട്ടിയ മകൻ ദുശ്ശീലമുള്ളവരാണ്. അതുകൊണ്ട് രാജർഷിയായ അംഗരാജാവ് താങ്ങാനാവാത്ത ദുഃഖവുമായിട്ട് സംസാരം വിട്ട് രാജ്യം വിട്ടുപോയി. അംഗരാജാവിന്റെ ഭാര്യ സുനീത എന്നാണ്. ഒരു പുത്രനെ കിട്ടിയുള്ളൂ, വേനൻ എന്നാണ് പേര്. അവൻ ആർക്കും ഭയമുണ്ടാക്കുന്നുണ്ടായി. സുനീതാംഗഫ്യയാപത്നി ഫുസുവേ വേനമുൽബണം ദൗശീല്യാത് ഫരാജർഷ നിർവിണ്ണോ നിരഗത്പുരാത്. അംഗഫ്യ സുനീത പത്നി ഉൽബണം വേനം ഫുസുവേ ദൗശീല്യാത് ഫരാജർഷി നിർവിണ്ണ പുരാത് നിരഗാത്. സുനീതാംഗഫ്യയാ പത്നി ഫുസുവേ വേനമുൽബണം ദൗശീല്യാത് രാജർഷ നിർവിണ്ണോ നിരഗത്പുരാത്. സുനീതാംഗഫ്യയാ പത്നി ഫുസുവേ വേനമുൽബണം ദൗശീല്യാത് രാജർഷ നിർവിണ്ണോ നിരഗത്പുരാത്.
ഇനി ആ വേനലിൻ്റെ കഥയാണ് ഞങ്ങൾക്ക് പറയാൻ പോകുന്നത്. അതിൽ നിന്നുണ്ടായ പൃഥുവിൻ്റെ കഥ പറഞ്ഞ് വിഷയത്തിലോട്ട് വരികയാണ്. ഇത്രയും ഒരു ആമുഖമായിട്ട് പറഞ്ഞു. അടുത്ത ശ്ലോകം മുതൽ ആ കഥയിലേക്ക് പ്രവേശിക്കാനും നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. ഉപസംഹരിച്ചതിന് ശേഷം നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിന് നമുക്കിന്ന് പോകാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.